ഓം ശാന്തി. ഇന്ന് നമ്മൾ ധർമ്മം എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ നിങ്ങൾ രക്ഷിക്കൂ, എങ്കിൽ ധർമ്മം നിങ്ങളെ രക്ഷിക്കും എന്ന് വളരെ പ്രാചീനമായ വചനം തന്നെ കിടക്കുന്നു, ഋഷിവചനം. ധർമ്മത്തെ ചർച്ച ചെയ്തും ചിന്തിച്ചും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് നമുക്ക് ധർമ്മം എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ധർമ്മം എന്നത് ധരിച്ചിരിക്കുന്നത്, അണിഞ്ഞിരിക്കുന്നത് എന്നെല്ലാമാണ് പൊതുവെ നൽകുന്ന നിർവചനം. ഈ വിശ്വത്തിലുള്ള സമസ്തത്തിലും അടങ്ങിയിരിക്കുന്ന അതിൻ്റെ വാസ്തവികമായ സ്വഭാവത്തെ ധർമ്മം എന്ന് പറയുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു മുളക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ധർമ്മം എരിവാണ്. അതായത് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വഭാവം. മുളകിനെ നമുക്ക് പല കൃത്രിമത്വവും ചെയ്ത് എരിവ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ വേണമെങ്കിൽ സാധിക്കും. പക്ഷേ മുളക് എന്നാൽ തന്നെ അതിൻ്റെ ഒരു നൈസർഗിക ഭാവമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് എരിവാണ്. അഗ്നി എന്നാൽ തന്നെ നമുക്കതിൻ്റെ നൈസർഗിക ഭാവമായിട്ട് ഓർമ്മ വരുന്നത്, അതിൻ്റെ സ്വഭാവമായിട്ട് ഓർമ്മ വരുന്നത് ചൂടാണ്. ഐസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, അതിൻ്റെ സ്വഭാവമായിട്ട് പരിഗണിക്കുന്നത് തണുപ്പാണ്. പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വഭാവമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് മധുരമാണ്. ഇങ്ങനെ ഓരോന്നിനും ഒരു നൈസർഗിക സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നൈസർഗികമായിട്ട് ഓർമ്മ വരുന്ന സ്വഭാവം എന്താണ്? മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? അമേരിക്കയിലുള്ള മുളകിനും കേരളത്തിലുള്ള മുളകിനും ഒരേ സ്വഭാവം തന്നെയാണ്. എരിവാണ്, പലതരത്തിലുള്ള എരിവാകാം. അതുപോലെ തന്നെ തീയിനെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തെല്ലാ തീയിനും ഒരേ സ്വഭാവമാണ്. ലോകത്തെല്ലാ പഞ്ചസാരയ്ക്ക് ഏകദേശം ഒരേ സ്വഭാവമാണ്. എന്നാൽ മനുഷ്യനെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആ ധർമ്മം എന്താണ്, സ്വഭാവം എന്താണ്? അപ്പോൾ നമ്മൾ ആശയക്കുഴപ്പത്തിലായി പോകും. അത് പലതരത്തിലാണ്. ഓരോ നാട്ടിലുള്ളവരുടെ ഓരോ സ്വഭാവമാണ്, ഓരോ വ്യക്തികൾക്ക് ഓരോ സ്വഭാവമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അവിടെയാണ് ധർമ്മം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം വരുന്നത്. പുറമേയുള്ള കാഴ്ചയിൽ നമ്മൾക്ക് എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും, എല്ലാവരുടെയും മനസ്സ് വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും, എല്ലാവരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും, ആത്യന്തികമായി ബേസിക്കലി നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ഒന്നാണ്. അത് ശാന്തിയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന നന്മയാണ് ശാന്തി. ലോകത്ത് അശാന്തി പരത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർ പോലും അവരുടെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ ലോകത്തിൽ ശാന്തി വേണമെന്നാണ് പറയുക. ഭീകരവാദികൾ പോലും പറയുക ലോകത്തിൽ ശാന്തി ഉണ്ടാക്കാൻ, നന്മയുണ്ടാക്കാനാണ് അവരത് ചെയ്യുന്നതെന്നാണ്. മാർഗം തെറ്റായത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ശാന്തിയായിരിക്കും. ലോകത്തുനിന്ന് മനുഷ്യർ ഒരുപാട് നെട്ടോട്ടമോടുന്നു ശാന്തമായ സുഖമായ ഒരു ജീവിതത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ വാസ്തവിക രൂപത്തിൽ കിടക്കുന്ന ഒരു നൈസർഗിക ഭാവമാണ് ധർമ്മം. ധർമ്മം എന്നാൽ ശാന്തി എന്നാണ്. അപ്പോൾ ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ നിങ്ങളെ രക്ഷിക്കൂ, എങ്കിൽ ധർമ്മം നിങ്ങളെ രക്ഷിക്കുമെന്നാൽ അതിൻ്റെ അർത്ഥം ശാന്തിയെ നിങ്ങൾ പരിരക്ഷിക്കുകയാണെങ്കിൽ ശാന്തി നിങ്ങളെ പരിരക്ഷിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം എടുത്ത് നോക്കുക. ഇതിലെ ഓരോ കണകണങ്ങൾക്കുള്ളിലും ശാന്തിയാണ്. ഒരു വിജനമായൊരു സമുദ്രത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നു. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ ശാന്തി അനുഭവപ്പെടുന്നു. ശൂന്യാകാശത്ത് പോയി നിൽക്കുന്ന ബഹിരാകാശ ഗവേഷകരുടെ അനുഭവം, അവർ ശാന്തി അനുഭവിക്കുന്നു. ആ അവസ്ഥയിൽ ഒരു വിജനമായ ഒരു പൂന്തോട്ടത്തിൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശാന്തി അനുഭവിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഒരു നൈസർഗിക ഭാവം തന്നെ ശാന്തിയാണ്. ഈ നൈസർഗിക ഭാവത്തെ ഒരുപാട് അശാന്തമാക്കിയിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യൻ സ്വയം അശാന്തനാവുകയും പ്രപഞ്ച പ്രകൃതി വ്യവസ്ഥയിൽ അശാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ സൃഷ്ടിയിൽ, ഈ ഭൂപ്രകൃതിയിൽ അശാന്തി സൃഷ്ടിക്കുന്നതുകൊണ്ട് അവൻ സ്വയം ദുഃഖിക്കുകയും അശാന്തനാവുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെയാണ് ധർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രസക്തി കൂടുന്നത്. ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഉള്ളിൽ നൈസർഗികമായി ജന്മനാൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള നമ്മളിലെ ശാന്തിയെയും സ്നേഹത്തെയും സന്തോഷത്തെയും നൈർമല്യത്തെയെല്ലാം കളങ്കമേൽക്കാതെ കാത്തു സൂക്ഷിക്കുക. അതാര് ചെയ്യുന്നോ അവരെ ഈശ്വരൻ രക്ഷിക്കും. അങ്ങനെ തന്നെ പറയും. അവരെ ഈശ്വരൻ രക്ഷിക്കും എന്ന് പറയും.
ഈ ധർമ്മത്തിൻ്റെ വിഷയം എടുത്ത് നോക്കുമ്പോൾ ഈശ്വരവിശ്വാസികളെല്ലാവരും ധർമ്മിഷ്ഠരായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതാദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈശ്വരവിശ്വാസികളൊക്കെ ധർമ്മികളും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരൊക്കെ അധർമ്മികളാണ്, അങ്ങനെ നമ്മൾ കരുതാൻ പാടില്ല. പുരാണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിഹാസത്തിൽ പറയുന്നത് രാവണൻ നല്ല ശിവഭക്തനായിരുന്നു എന്ന്. പക്ഷേ ധർമ്മിയായിരുന്നു? അല്ല, പരമഭക്തനായിരുന്നു, പക്ഷെ അധർമ്മമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഇങ്ങനെ പല ചരിത്രങ്ങളിലും നമ്മൾ നല്ല ഈശ്വരവിശ്വാസികളായ അധർമ്മികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ധർമ്മം അധർമ്മം എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ഈശ്വരവിശ്വാസമായി കൂട്ടിക്കലർത്താൻ പാടില്ല. വാസ്തവത്തിൽ അത് മനുഷ്യൻ്റെ സ്വഭാവത്തിലെ നൈസർഗികതയും കൃത്രിമതയും, അതായത് സ്വഭാവത്തിലെ വൈകല്യവും സ്വഭാവത്തിലെ നൈർമല്യവും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ധർമ്മം എന്നുള്ളത്. ഇതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു സ്വതന്ത്ര ചിന്ത ഇന്ന് കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുള്ളൊരു സ്വഭാവമാണ് ഈ സ്വതന്ത്ര ചിന്ത, റാഷണലിസം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക, ഒരു കൺസെപ്റ്റ് പൊതു കൺസെപ്റ്റിലൊന്നും അംഗീകരിക്കാൻ താല്പര്യമില്ലാതെ, അതുകൊണ്ട് റിലീജിയൻ വേണ്ട, ഈശ്വരൻ വേണ്ട, സ്പിരിച്വാലിറ്റി വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ ഈ സ്വതന്ത്ര ചിന്ത ധർമ്മത്തിന് വിപരീതമാണ്. കാരണം അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്ത കൊണ്ട് നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റില്ല. ലൈഫിൻ്റെ കാര്യം എടുക്കൂ, ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കൂ. ലൈഫിലെ ഒരു കാര്യമാണ് റോഡിൽ വാഹനം ഓടിക്കുക എന്നുള്ളത്. റോഡിലൊരു വാഹനം ഇറക്കി ഓടിക്കണമെങ്കിൽ നമ്മുടെ സ്വതന്ത്ര ചിന്ത, നമ്മുടെ സ്വതന്ത്ര താല്പര്യം ആ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ നമുക്ക് റോഡിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളെ, പൊതു നിയമങ്ങളെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. നമ്മളൊരു കബഡി കളിക്കുകയോ ക്രിക്കറ്റ് കളിക്കുകയോ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വതന്ത്ര ചിന്ത അതിൽ എത്ര സ്വാധീനിക്കാൻ പറ്റും? നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്വതന്ത്ര ചിന്ത ഉപയോഗിക്കാം, പക്ഷേ എല്ലാവരുടെയും കൂടെ ചേർന്ന് കളിക്കുന്ന ആ വിഷയത്തിൽ നമ്മുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് പ്രസക്തിയില്ല. അതിനൊരു ധർമ്മം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കളിക്കാൻ ഇങ്ങനെയാണ് അതിൻ്റെ ധർമ്മം പാലിക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കടന്ന് ചെയ്താൽ അത് അധർമ്മമായി മാറും. ഇങ്ങനെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഒരു പൊതുതത്വം മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കാം. ഒരു പൊതുതത്വം എന്നാൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പൊതുതത്വത്തെ അംഗീകരിച്ചും ആദരിച്ചും അനുസരിച്ചും കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ. അതിനെയും നമുക്ക് ധർമ്മം എന്ന് വിളിക്കാം. എന്നാൽ ജീവിതത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സ്വഭാവം എന്താണോ അതേ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിനും ഉള്ളതെങ്കിൽ ജീവിതം ധർമ്മത്തിലാണെന്ന് പറയാം. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്വഭാവമാണ് ശാന്തി. ആ ശാന്തി നമ്മുടെ ജീവിതത്തിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ധർമ്മം ഉണ്ട് എന്ന് പറയാം. എല്ലാവരും ഒരുപോലെ ആവുക എന്നുള്ളതല്ല ധർമ്മം പാലിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാവുക, അതിൻ്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേജിൽ ഗാനമേള നടക്കുകയാണ്. അവിടെ വയലിനിസ്റ്റിൻ്റെ ധർമ്മമാണ് വയലിൻ വായിക്കുക എന്നുള്ളത്. ധർമ്മം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്, അദ്ദേഹത്തിന് അതാണ് കഴിയും. തബല ആർട്ടിസ്റ്റിൻ്റെ ധർമ്മമാണ് അവിടെ തബല കൊട്ടുക എന്നുള്ളത്. കീബോർഡ് വായിക്കുന്ന ആളുടെ കർമ്മമാണ്, ധർമ്മമാണ് അദ്ദേഹം അവിടെ കീബോർഡ് വായിക്കുക. ഫ്ലൂട്ടിൻ്റെ ആൾ അവിടെ ഫ്ലൂട്ട് വായിക്കുന്നു, പാടുന്ന ആൾ പാടുന്നു. ആ സ്റ്റേജിൽ എല്ലാവരും തബല കൊട്ടുക ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഗാനമേള കിട്ടില്ല, അവിടെ ഒരു തബല കച്ചേരിയെ കിട്ടുള്ളൂ. അവിടെ എല്ലാവരും ഫ്ലൂട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗാനമേള കിട്ടില്ല. എല്ലാവരും വോക്കൽ പാടുകയാണെന്നുണ്ടെങ്കിലും ഗാനമേള കിട്ടില്ല. അവരവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വിഷയത്തിൽ നിപുണതയോടെ വായിക്കുന്നു, അവരത് വായിക്കുന്നു. അതുതന്നെയാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ തബല ആർട്ടിസ്റ്റ് തബല വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് കാണിക്കുന്നത്, കീബോർഡിസ്റ്റ് കീബോർഡ് വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, വയലിനിസ്റ്റ് വയലിൻ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. എന്നാൽ ഇവരെല്ലാവരും ചേർന്ന് ഒരു പൊതുതത്വത്തെ അംഗീകരിച്ചു കൊണ്ട് വായിച്ചാൽ മാത്രമേ അവിടെ ഗാനമേള നടക്കൂ. ഏതാണ് ആ പൊതുതത്വം? ആ ഒരു പാടുന്ന ഗാനത്തിൻ്റെ രാഗവും താളവും ശ്രുതിയും. ഈ രാഗ താള ശ്രുതി ലയങ്ങളെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പാട്ട് പാടുകയാണെന്നിരിക്കട്ടെ, ഇന്ന സിനിമയിൽ ഇന്ന പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ടിൻ്റെ രാഗം ഇതാണ്, ആ പാട്ടിൻ്റെ താളം ഇതാണ്, ആ പാട്ടിൻ്റെ ശ്രുതി ഇതാണ്, ലയം ഇതാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവരെല്ലാം വ്യത്യസ്ത ഉപകരണങ്ങൾ വായിക്കുമ്പോഴും ആ ഒരു കോമൺ ഫിലോസഫിയിലേക്ക് അവരുടെ ആ വാദ്യോപകരണങ്ങളുടെ വായിക്കൽ വരണം. അപ്പോഴേ അതവിടെ ഗാനമേളയായിട്ട് മാറുള്ളൂ. ഇങ്ങനെയുള്ള ഒരു താളലയമാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും സംവിധാനം എന്ന് പറയുന്നത്. ഇതിൽ ഒരു സസ്യം ചെയ്യേണ്ടത് ആ സസ്യം ചെയ്യുന്നു, അത് ശാന്തമായി അത് ചെയ്യുന്നു. ഒരു മൃഗം ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടെ കർമ്മത്തെ ധർമ്മമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഗാനമേളയുടെ ഉദാഹരണം പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്കൊന്ന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, വയലിനിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ധർമ്മം ചെയ്യണം, തബല ആർട്ടിസ്റ്റ് അയാളുടെ ധർമ്മം അനുഷ്ഠിക്കണം. അപ്പോൾ അദ്ദേഹം തബല കൊട്ടുക എന്നുള്ളതാണോ അയാളുടെ ധർമ്മം?
അല്ലെങ്കിൽ വയലിനിസ്റ്റ് വയലിൻ വായിക്കുക എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ധർമ്മം? അല്ല. വയലിൻ വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. തബല കൊട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. ഇനി അവരാ കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ധർമ്മം എന്താണ്? പൊതുവായി നമ്മളെല്ലാവരും ഒരു പാട്ടിന് വേണ്ടി ചെയ്യണം. ആ പാട്ട് ഭംഗിയാവാൻ വേണ്ടി നമ്മൾ അതിലേക്ക് അതിനെ കൊണ്ടുവരണം. ഇതാണ് അവിടുത്തെ ധർമ്മം. അപ്പോൾ കർമ്മവും ധർമ്മവും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? കർമ്മം ഒന്നാണ്, ധർമ്മം ഒന്നാണ്. ചില ആളുകളോട് നിങ്ങളുടെ ധർമ്മം എന്താ ചോദിച്ചാൽ ഭാര്യയെ നോക്കലാണ് ധർമ്മം, അച്ഛനമ്മമാരെ നോക്കലാണ് ധർമ്മം, മക്കളെ പരിരക്ഷിക്കലാണ് ധർമ്മം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് ധർമ്മമല്ല, അതവരുടെ കർമ്മമാണ്. കർമ്മത്തെ ധർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്നു. അത് ധർമ്മം എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ മൃഗങ്ങളും ചെയ്യുന്നുണ്ട്, ഈ ലോകത്തെ ഓരോ സസ്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കർമ്മം അത് ചെയ്യുന്നുണ്ട്, ചെയ്യാനുള്ള കർമ്മം അത് ചെയ്യുന്നു. എന്നാൽ ധർമ്മം എന്താണ്? ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മാനസികാവസ്ഥയുടെ പേരാണ് ധർമ്മം. അതായത് ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ആ കർമ്മത്തിൻ്റെ പിറകിൽ വച്ചിട്ടുള്ള ഉദ്ദേശത്തിൻ്റെ പേരാണ് ധർമ്മം. ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് ഒരു കർമ്മമാണ്. എന്നാൽ ആ കർമ്മം തന്നെ ധർമ്മവും അധർമ്മവുമായി പരിണമിച്ചേക്കാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി, ഇവൻ വളർന്നു വലുതായാൽ എൻ്റെ സുഖമുണ്ടാവും, എന്നെ ഇവൻ നോക്കും, എനിക്ക് പരിചരണം നൽകും എന്നൊരൊറ്റ ഉദ്ദേശം വെച്ചുള്ളൂ. അതീവമായ ലാളനയും പാലനയും കൊടുത്തു, അവൻ്റെ സ്വഭാവം വഷളായി, അവൻ സമൂഹത്തിന് ഉപദ്രവകാരിയായൊരു മനുഷ്യനായി മാറി. എങ്കിൽ ഞാൻ കുഞ്ഞിനെ വളർത്തി വലുതാക്കി എന്ന കർമ്മം ചെയ്തത് അധർമ്മമായി മാറി. എന്നാൽ സദ്ഗുണസമ്പന്നനും സമൂഹത്തിന് ഉപകാരിയുമായ ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്തി വലുതാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതേ കർമ്മം ധർമ്മമായി മാറി. അപ്പം കർമ്മം അധർമ്മവും ധർമ്മവുമായി പരിണമിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? ധർമ്മം എന്നുള്ളത് നമ്മൾ ആ കർമ്മത്തിൻ്റെ പിറകിൽ കൊടുത്തിരിക്കുന്ന ഉദ്ദേശശുദ്ധിയെയാണ് പറയുന്നത്. ഇനി ധർമ്മത്തിനൊരു സമ്പൂർണ്ണ നിർവചനം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ധർമ്മം ഉണ്ടാവുമായിരിക്കും. ഞാൻ ഉദ്ദേശശുദ്ധിയോടെ ചെയ്തൊരു കാര്യം മറ്റൊരാൾക്ക് ചിലപ്പോൾ വിപരീത ഫലം സൃഷ്ടിച്ചേക്കാം. ഞാൻ ശുദ്ധമായ മനസ്സോടെ ചെയ്തതെന്ന് മറ്റുള്ളവർ ചിലപ്പോൾ അംഗീകരിക്കാതെ ആയേക്കാം. നീ അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ എനിക്ക് ധർമ്മം എന്ന് തോന്നിയത് ചിലർക്ക് അധർമ്മം എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വേലിയുടെ വക്കത്ത് മുഴുവൻ നല്ല നല്ല മരങ്ങളും നട്ടു. ഞാൻ വിചാരിച്ചു ഇനി വേലി കെട്ടണ്ടല്ലോ, മരം വളർന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ. ചിലപ്പോൾ എൻ്റെ അടുത്ത തൊട്ട് ആ തൊടിയുടെ ഉടമസ്ഥൻ ആരാണോ, ആ വളപ്പ് ആരുടേതാണോ, അദ്ദേഹത്തിന് തോന്നിയേക്കാം ഇദ്ദേഹം ചെയ്തത് ശരിയല്ല, ഈ വേലിയുടെ വക്കത്ത് മരം നട്ടു കഴിഞ്ഞാൽ ഇലയൊക്കെ എൻ്റെ മുറ്റത്തേക്കും വീഴില്ലേ. ഞാൻ ധർമ്മം വിചാരിച്ചിട്ടാണ് ചെയ്തത്, അദ്ദേഹത്തിനും എനിക്കും തണലാവും. പക്ഷെ അദ്ദേഹത്തിന് അതൊരു അധർമ്മമായി തോന്നിയേക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മത്തിലെ ധർമ്മം എങ്ങനെ ഞാൻ തീരുമാനിക്കും? ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നു, മറ്റൊരാൾക്ക് ശരിയല്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ധർമ്മത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ധർമ്മത്തിനെ കണ്ടെത്തേണ്ടത് ഇങ്ങനെയാണ്. ധർമ്മം എന്നുള്ളത് ശാന്തിയാണ്. ഇതെവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട് എന്നാണ് അർത്ഥം. അസ്വസ്ഥത ജനിക്കുന്നില്ല, എനിക്കും ജനിക്കുന്നില്ല, എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കോ ലോകത്തിലെ മറ്റാർക്കോ ജീവജാലങ്ങൾക്കോ ഒന്നും അസ്വസ്ഥത ജനിക്കുന്നില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ധർമ്മം എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ അത് ഒരു പക്ഷേ വിമർശനങ്ങൾക്ക് ഇരയാകുന്നതാണെങ്കിലും അത് ധർമ്മമായിരിക്കും. ഒരു കുഞ്ഞിനെ അമ്മ ഭക്ഷണം ഊട്ടിക്കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് തുപ്പുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും അമ്മ അത് ചെയ്യുക എന്നുള്ളതാണ്, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിനറിയില്ല അമ്മ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന്. ഇനി ധർമ്മത്തിന് വേറൊരു രീതിയിൽ നമുക്ക് ധർമ്മത്തെ ഒന്ന് കാണാം. നമ്മൾ ധർമ്മമാർഗത്തിലൂടെ ആണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു വൺ വേ ട്രാഫിക്കുള്ള റോഡിൽ നമ്മൾ അബദ്ധത്തിൽ വണ്ടി കയറി എതിർദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയെന്നിരിക്കട്ടെ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മാനസിക നിലവാരം എങ്ങനെയായി പോകും? അതായത് എല്ലാവരും നമ്മളെ ഒരു മാതിരി ദൃഷ്ടിയോടെ നോക്കിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന് എന്താ ഇങ്ങനെ തലതിരിഞ്ഞ് വരുന്നത്? അപ്പോൾ നമ്മൾ ആ വഴിയിൽ കയറിപ്പോവുകയും ചെയ്തു. നമുക്കൊന്ന് തിരിക്കാനുള്ള അവസരവും കിട്ടുന്നില്ല. നമ്മൾക്ക് മുന്നോട്ട് പോയിട്ട് എങ്ങനെയെങ്കിലും ആ റോഡിൽ നിന്ന് പുറത്ത് കിടക്കുന്നുള്ള അവസ്ഥ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ യാത്രയുടെ പ്രത്യേകത എന്തായിരിക്കും എന്നറിയോ? നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടാവും, ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ എതിർ ദിശയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഇടിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു അപേക്ഷയോട് കൂടിയിട്ടുള്ള മുൻകരുതലുകൾ ആ വണ്ടിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുപോലെ അധർമ്മമാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതം മുഴുവൻ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം കാരണം ലോകം ധർമ്മത്തിലാണ് സഞ്ചരിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ എന്ന ജീവി മാത്രമാണ് ഈ ധർമ്മം തെറ്റിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മനുഷ്യനുമായിട്ട് കണക്റ്റായിട്ട് പല അധർമ്മങ്ങളും പല ജീവികളിലും പലതിലും സംഭവിക്കുന്നുണ്ടാവുമായിരിക്കാം. എന്നാൽ ധർമ്മത്തെ ലംഘിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ
ഈ ലോകം മുഴുവൻ വാസ്തവത്തിൽ ലോകത്തിലെ കണകണങ്ങൾ ധർമ്മമാർഗത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അസ്വസ്ഥത സ്വാഭാവികമായി അനുഭവിക്കേണ്ടി വരും. കാരണം അവിടെ ഒരു ഘർഷണമുണ്ടാകും. ധർമ്മം എന്ന ഒഴുക്കിന് എതിരായിട്ട് എൻ്റെ ജീവിതം പോകുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ താളത്തിന് വിപരീതമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ താളം പോകുമ്പോൾ അവിടെ അസ്വസ്ഥത ഉണ്ടാവും. ഒരു സ്റ്റേജിൽ എല്ലാവരും ഒരേ താള ശ്രുതി ലയങ്ങളിൽ സംഗീതം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേതോ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രം ആ ശ്രുതിയിൽ ആ താളത്തിലല്ലാതെ ഒരാൾ വായിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സംഗീതം കേൾക്കുന്നവർക്കും അരോചകമായിട്ട് തോന്നും, ആ വായിക്കുന്ന ആൾക്കും താളപ്പിശകുണ്ടാവും, കൂടെ വായിക്കുന്ന മറ്റുള്ളവർക്കും താളപ്പിശകുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ അധർമ്മത്തിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ സ്വന്തം ജീവിതം ഒരു അസ്വസ്ഥതയുള്ള ഒന്നായി തോന്നും. ആ വ്യക്തിയുടെ ഉറ്റവർക്കും ഉടയവർക്കും ആ വ്യക്തിയെ കൊണ്ട് അസ്വസ്ഥതയുണ്ടാകും. സമൂഹത്തിനും പ്രപഞ്ചത്തിനും പഞ്ചഭൂതങ്ങൾക്കും എല്ലാം ആ വ്യക്തിയുടെ ജീവിതം ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നായി മാറും. ധർമ്മം എന്നുള്ളത് അതിനുള്ളതാണ്. ഈ അസ്വസ്ഥതയിൽ നിന്ന് നമുക്ക് മുക്തമാകണമെങ്കിൽ നമുക്ക് ധർമ്മത്തിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഈശ്വരൻ്റെ ഭാഗമെടുക്കുക. ഈശ്വരൻ ധർമ്മത്തെ രക്ഷിക്കുന്നവനാണോ അതോ ഭക്തനെ രക്ഷിക്കുന്നവനാണോ? ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. ഈശ്വരനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നവരെയൊക്കെ രക്ഷിക്കേണ്ട ചുമതലയുണ്ടോ അതോ ഈശ്വരന് ധർമ്മത്തെ രക്ഷിക്കേണ്ട ചുമതലയുണ്ടോ? ഭഗവത്ഗീതയിലെ ശ്ലോകം പറയുന്നു, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവതരിക്കുന്നത്, ഞാൻ ഇടപെടുന്നത് എന്ന്. ധർമ്മത്തിനോടാണ് ഭഗവാന് പ്രതിബദ്ധതയുള്ളത്. പിന്നെ ധർമ്മത്തെ ആര് പാലിക്കുന്നോ അവരോട്. അപ്പോൾ നമ്മൾ അധർമ്മം മുഴുവൻ ചെയ്തിട്ട് ഈശ്വരൻ്റെ സഹായവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അസാധ്യമാണ്. ഈശ്വരൻ നമ്മെ സഹായിക്കുന്നത് ധർമ്മം എന്ന മാധ്യമം ഉപയോഗിച്ചിട്ടാണ്. ധർമ്മത്തിൽ ഭഗവാൻ മുറുക്കെ പിടിച്ചിരിക്കുന്നു. അതിനെ മുങ്ങിപ്പോവാൻ, നശിച്ചു പോവാൻ ഭഗവാൻ സമ്മതിക്കില്ല. അത് ഈ സൃഷ്ടിയുടെ സ്വഭാവമായതിനാൽ ധർമ്മത്തെ ഭഗവാൻ മുറുകെ പിടിച്ചിരിക്കുന്നു. ഭഗവാൻ ഏതിൽ മുറുകെ പിടിച്ചിരിക്കുന്നോ അതിൽ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മളും മുങ്ങിപ്പോവില്ല. അപ്പം ഭഗവാന്റെ കയ്യിലുള്ള ഒരു കയറ് പോലെ നമ്മൾ ധർമ്മത്തെ കാണണം. ആ കയറ് ഭഗവാൻ പിടിച്ച് ഭൂമിയിലേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയിൽ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ആ കയറിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുങ്ങിപ്പോവില്ല. അതിൻ്റെ അർത്ഥം ദൈവം ധർമ്മത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. ധർമ്മത്തെ നമ്മൾ രക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കും. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നവർ, ഏതെങ്കിലും ദരിദ്രർക്ക് സഹായം ചെയ്യുകയോ ഏതെങ്കിലും അനാഥരെ സംരക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പുണ്യകർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഗവൺമെൻറ് അവാർഡ് നൽകിയിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും ഒക്കെ അവരാദരിക്കാറുണ്ട്. എന്തിനാണ് ഗവൺമെൻറ് അത് ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കൂ. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഈ സേവനം ചെയ്യുന്നത്. ഗവൺമെൻറ് എന്തിനാ അതിന് ഇങ്ങനെ ഒരു പ്രോത്സാഹനവും സഹായവും അവാർഡൊക്കെ നൽകുന്നത്? വാസ്തവത്തിൽ അത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഈ രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ് പരിഹരിക്കേണ്ടതാണ്. പക്ഷേ പ്രശ്നങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് ഗവൺമെൻറ്റിന് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആരെങ്കിലും ആ കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുപോലെ ഈശ്വരനാണ് പ്രപഞ്ചത്തിൽ ധർമ്മത്തെ നിലനിർത്താൻ ചുമതലയുള്ളവൻ. എന്നാൽ നമ്മൾ ആരെങ്കിലും ആ ചുമതല എൻ്റെ ചുമതലയായി കണ്ടുകൊണ്ട് ദൈവസ്നേഹം കാരണത്താൽ നമ്മൾ ഈ ഭൂമിയിൽ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ, ഭൂമിയിൽ ധർമ്മത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ശാന്തി ഒഴുക്കുക, നമ്മളിൽ നിന്ന് സ്നേഹം ഒഴുക്കുക, ബഹുമാനം ഒഴുക്കുക, നമ്മളിൽ നിന്ന് അത് പ്രസരിക്കട്ടെ. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോത്സാഹനം, നമ്മൾക്ക് അവാർഡ് നൽകൽ, നമ്മളെ പ്രോത്സാഹിപ്പിക്കൽ, നമ്മളെ ഉയർത്തൽ ദൈവത്തിൻ്റെ ചുമതലയായി മാറും. അതാണ് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വശം. ഈശ്വര വിശ്വാസികളായ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഭഗവാനെ അങ്ങ് ധർമ്മത്തെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കാൻ? ഭഗവാനെ അങ്ങ് ധർമ്മത്തെ രക്ഷിച്ചാലും, ധർമ്മത്തെ മാത്രം രക്ഷിച്ചാലും ഭൂമിയിൽ ധർമ്മം ഉണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഞാൻ ധർമ്മം ലംഘിക്കുകയാണെങ്കിൽ എന്നെ ശിക്ഷിച്ചിട്ടാണെങ്കിലും അങ്ങ് ധർമ്മത്തെ രക്ഷിച്ചാലും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അവിടെയാണ് ഈശ്വരനോടുള്ള യഥാർത്ഥ ഭക്തി, ഈശ്വരനോടുള്ള യഥാർത്ഥ സമർപ്പണം അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഈശ്വര വിശ്വാസം നമ്മളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഈശ്വര വിശ്വാസം മുഴുവൻ പ്രപഞ്ചത്തിനും ഉപകരിക്കുന്ന തരത്തിലായി മാറും. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ധർമ്മം ഈശ്വരന് നമ്മളെ രക്ഷിക്കാനുള്ള ടൂളാണ്. ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായിട്ട് ഫയർഫോഴ്സിൻ്റെ ആളുകൾ വന്ന് നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. തീപിടുത്തമുള്ള സ്ഥലത്താണ് നമ്മൾ കിടക്കുന്നത്. അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർ അവിടേക്ക് ഒരു കയറോ ഒരു കോണിയോ എന്തെങ്കിലും വച്ചു തരികയാണ്. നമ്മൾ അത്
പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ രക്ഷിക്കും. ഇതുപോലെ ഈ ലോകത്തിലെ അസ്വസ്ഥത അധർമ്മം കാരണത്താലാണെന്ന് ഈശ്വരനറിയാം. അപ്പോൾ ധർമ്മം എന്ന കോണി ചാരിത്തരികയാണ് ഈശ്വരൻ നമുക്ക്. അതിലൂടെ കയറി വന്നോളൂ. എന്താണ് ധർമ്മം? ധർമ്മം എന്നുള്ളത് നമ്മുടെ നൈസർഗിക സ്വഭാവം. ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരോടും അകൽച്ചയില്ലാതെ, ആരോടും അറ്റാച്ച്മെൻറ്റോ ഡിറ്റാച്ച്മെൻറ്റോ ഇല്ലാതെ നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശാന്തി. ഉറങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ശാന്തി. ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശാന്തി. ആ നൈസർഗികമായ ഭാവത്തിൽ ജീവിതം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ധർമ്മിഷ്ഠനാണ് എന്ന് പറയാം. അങ്ങനെ ധർമ്മിഷ്ഠനായവർക്കുള്ള അവകാശമാണ് ജീവിതത്തിലുള്ള സുഖവും ശാന്തിയും സന്തോഷവും. ഇത് നൈസർഗികമായിട്ട് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക, ധർമ്മം നമ്മളെ രക്ഷിക്കും. ഓം ശാന്തി.